ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെം ബികോമിലെ ഇൻകം ടാക്സ് ആൻഡ് GSTയുടെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് മൊഡ്യൂളിലെ തേർഡ് ചാപ്റ്റർ ടൈം ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ ആൻഡ് GST. ഓക്കെ, അപ്പോൾ ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ എന്താണ് സപ്ലൈ, ഓക്കെ, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് സപ്ലൈ എന്താണെന്ന് പറയുന്നുണ്ട്, പിന്നെ അതിൻ്റെ സ്കോപ്പ് പറയുന്നുണ്ട്, പിന്നെ പ്ലേസ് ഓഫ് സപ്ലൈ പറയുന്നുണ്ട്, ടൈം ഓഫ് സപ്ലൈ പറയുന്നുണ്ട്, ടാക്സബിൾ പേഴ്സൺ അതെന്താണെന്നും ആരൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതെന്നും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുന്നേയുള്ള ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വേണ്ടവർ ചെക്കൗട്ട് ചെയ്ത് കാണാം കേട്ടോ. പ്ലേലിസ്റ്റ് ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് സപ്ലൈ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു GSTയുടെ പോർഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ പറയുന്നുണ്ട് എന്ത്, ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ സപ്ലൈ ആണ്. ഗുഡ്സ് ആൻഡ് സർവീസ് സപ്ലൈ ചെയ്യുമ്പോഴാണ് അവിടെ GST നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പേ ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, അതായത് ഒരു കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അയാൾ അറിയാതെ തന്നെ GST കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താ നടക്കുന്നത്, ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ സപ്ലൈ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സപ്ലൈ? അപ്പോൾ ഈ സപ്ലൈ എന്ന് പറയുമ്പോൾ മിക്ക ആൾക്കാരുടെയും വിചാരം, അതായത് ഈ വീഡിയോ കാണുന്ന പകുതി പേരുടെയും വിചാരം സപ്ലൈ എന്ന് പറയുമ്പോൾ സെയിൽ മാത്രമായിരിക്കും എന്നാണ്. അതായത് ഞാൻ കടയിൽ നിന്നൊരു സാധനം വാങ്ങിക്കുക, അപ്പോൾ അവിടെ സെയിലാണ് നടക്കുന്നത്, അപ്പോൾ അത് മാത്രമാണ് സപ്ലൈ എന്നായിരിക്കും പലരുടെയും വിചാരം. ഓക്കെ, എന്നാൽ അത് മാത്രമല്ല സപ്ലൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. All forms of supply of goods or services or both, such as sale, transfer, barter, exchange, license, rental, lease or disposal, made or agreed to be made for a consideration by a person in the course or furtherance of business. അതായത് ഒരു വ്യക്തിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ സാധനങ്ങളും സേവനങ്ങളും അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ഒന്നുക്ക് സെയിൽ ചെയ്യുക അല്ലെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യുക. ബാർട്ടർ എന്ന് പറയുമ്പോൾ പഴയ സിസ്റ്റമാണ്, അതായത് ഒന്ന് കൊടുത്തിട്ട് മറ്റൊന്ന് വാങ്ങിക്കുക. ഓക്കെ, ബാർട്ടർ ചെയ്യുക അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ലൈസൻസിന് അനുമതി കൊടുക്കുക, അതായത് അത് ചെയ്യാൻ വേണ്ടിയിട്ട് അത് അനുമതി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ റെൻറ്റിന് കൊടുക്കുക, അല്ലെങ്കിൽ ലീസ് എന്ന് പറയുമ്പോൾ പാട്ടത്തിന് കൊടുക്കുക, അല്ലെങ്കിൽ ഡിസ്പോസൽ, ഇത് എന്തെങ്കിലും ചെയ്യാം ഫോർ എ കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ ഒരു എമൗണ്ട് വാങ്ങിക്കുന്നുണ്ടായിരിക്കും. ഇതിനെയാണ് എന്ത് പറയുന്നത്, സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്, ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ സാധനങ്ങളോ ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ അല്ലെങ്കിൽ ഇത് രണ്ടും. ഓക്കെ, ഓൾ ഫോംസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്, സച്ച് ആസ് അതെന്താ ചെയ്യുന്നത്, ഒന്നുക്ക് സെയിൽ, ട്രാൻസ്ഫർ, ബാർട്ടർ, എക്സ്ചേഞ്ച്, ലൈസൻസ്, റെൻറ്റൽ, ലീസ് ഓർ ഡിസ്പോസൽ, മെയ്ഡ് ഓർ എഗ്രീഡ് ടു ബി മെയ്ഡ് ഫോർ എ കൺസിഡറേഷൻ ബൈ എ പേഴ്സൺ ഇൻ ദി കോഴ്സ് ഓർ ഫർദർനെസ് ഓഫ് ബിസിനസ്. ഇതിനെയാണ് സപ്ലൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോർ എ കൺസിഡറേഷൻ, അതായത് കൺസിഡറേഷന് വേണ്ടിയായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇമ്പോർട്ട് ഓർ സർവീസ് ഫോർ എ കൺസിഡറേഷൻ വെദർ ഓർ നോട്ട് ഇൻ ദി കോഴ്സ് ഓർ ഫർദർനെസ് ഓഫ് ബിസിനസ്, അതായത് സർവീസ് ഇമ്പോർട്ട് ചെയ്യുമ്പോഴും നമുക്ക് കൺസിഡറേഷൻ വേണമെന്നില്ല. അതായത് GSTയുടെ കേസിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിലും നമുക്ക് സപ്ലൈ ആയിട്ട് പറയുന്നത്, അതാണത് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ദ ആക്ടിവിറ്റി സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ, അതായത് സ്പെസിഫൈ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസും വിത്തൗട്ട് കൺസിഡറേഷനിൽ എഗ്രി ചെയ്യുന്നതാണ് GSTയിൽ. ഓക്കെ, ദ ആക്ടിവിറ്റി സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 1 മെയ്ഡ് ഓർ എഗ്രീഡ് ടു ബി മെയ്ഡ് വിത്തൗട്ട് എ കൺസിഡറേഷൻ. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഈ സപ്ലൈ. അപ്പോൾ എന്താണ് സപ്ലൈ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓൾ ഫോംസ് ഓഫ് മുതൽ ഫർദർനെസ് ഓഫ് ബിസിനസ് വരെ എഴുതുക കേട്ടോ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് എലമെൻറ്റ്സ് ഓഫ് സപ്ലൈ. സപ്ലൈയുടെ എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെയാണ് സപ്ലൈ ഈസ് ഡൺ ഫോർ എ കൺസിഡറേഷൻ, അതായത് സപ്ലൈ നടത്തുന്നത് ഒരു കൺസിഡറേഷന് വേണ്ടി ആയിരിക്കണം. അതുപോലെ തന്നെ സപ്ലൈ ഈസ് ഡൺ ഇൻ കോഴ്സ് ഓഫ് ഫർദർനെസ് ഓഫ് ബിസിനസ്. ഓക്കെ, ഇതാണ് എലമെൻറ്റ്സിൻ്റെ കേസിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് പറയാനുള്ളതാണ് ടൈപ്സ് ഓഫ് സപ്ലൈ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അത് നമുക്ക് ടൈപ്സ് ഓഫ് സപ്ലൈയും സ്കോപ്പ് ഓഫ് സപ്ലൈയും കൂടി എടുക്കാം. ഓക്കെ, അത് കുറച്ച് വീഡിയോ അങ്ങ് ലെങ്തി ആയി പോകും. അപ്പോൾ ഈ പറഞ്ഞതിൽ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ സപ്ലൈ എന്താണെന്നുള്ളത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്തായാലും വരും, അത് നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.